മഴതോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഹരിയും പെങ്ങളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ, ആരുടെ അനക്കമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാജീവ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രാജീവ് ഇറങ്ങി വരുമ്പോൾ ഹരി അങ്ങോട്ട് എണീച്ച് നിന്നിട്ട് ചോദിക്കണം, എന്താ കൊച്ചച്ച, നിങ്ങൾ വെല്ലുവിളിയൊക്കെ മുഴക്കിക്കൊണ്ടിരുന്നവരുടെ അനക്കമൊന്നുമില്ലല്ലോ, എന്ത് സംഭവിച്ചു എല്ലാവർക്കും എന്ന് ഹരി ചോദിക്കുകയാണ്. അലീനെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്താ അങ്ങ് വിട്ടയച്ചത്? അപ്പോൾ രാജീവ് ചോദിക്കുകയാണ്, ആര് തട്ടിക്കൊണ്ടുപോയി? ഞാനെല്ലാം അറിയുന്നുണ്ട്, ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് ഹരി പറയാണ്. എന്താ എല്ലാവരും തോറ്റ് പിന്മാറിയോ? നമ്മുടെ പക്ഷത്ത് മൊത്തം പക്ഷക്കാരെല്ലാം തോറ്റ് പിന്മാറിയോ എന്ന് ഹരി ചോദിക്കുകയാണ്. ആരും തോറ്റിട്ടില്ല, നമുക്ക് നഷ്ടങ്ങൾ കുറവാണ്, ഈ യുദ്ധത്തിന് എന്തിനാ പോകുന്നതെന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയാണ്, നിങ്ങളെല്ലാവരും ആ ബാലേന്ദ്ര അങ്കിളുടെ കാലിൽ ചെന്ന് കാൽക്കൽ വീണെന്നാ തോന്നുന്നത് എന്ന് പറയുകയാണ്. രാജീവ് പറയാണ്, നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാം, എന്താ കൊച്ചാ വാ എന്നും പറഞ്ഞ് ഹരിയെ വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ ഹരിയെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ ഗംഗാധരനും ശിവനും എല്ലാവരും ഉണ്ട്. ഗംഗാധരൻ വന്ന് പറയാണ്, ഡാ ഹരി, നീ ഇനി കടപ്പെട്ടവരോട് ഒരു വിരോധവും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു വിരോധവും ഇപ്പോൾ അവരോടില്ല, അവരോടൊരു ശത്രുതയും ഇല്ല. അപ്പോൾ ഹരിയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്താ വലിച്ചൻ പറഞ്ഞേ? നിങ്ങളും ബാലചന്ദ്രൻ അങ്കിളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നാണോ പറഞ്ഞത്? അലീന അവിടെ നിൽക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, അതൊരു പാവം കൊച്ചല്ലേ, അത് ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, നമ്മളല്ലേ അതിനെ ഉപദ്രവിക്കുന്നത്. ഹരി പറയാണ്, അത് പാവമോ, എന്നെ കരണത്തടിച്ചിട്ടുണ്ട്, പിന്നെ അങ്കിള് എന്നെ ചൂലിനടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന് ഹരി പറയാണ്. അതൊക്കെ പോട്ടെ, ഇനി ആ കടപ്പാട്ടൂരുകാരുമായിട്ട് ആരോടും ശത്രുത വേണ്ട എന്ന് പറയാണ്. ഒന്നാമത് വൈജയ്ക്കിപ്പം ആക്സിഡൻറ്റ് പറ്റി. വൈജയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയെങ്കിലും ബാലചന്ദ്രനും വൈജയും തമ്മിൽ അടിയാണെങ്കിലും ഇപ്പോഴും കാര്യങ്ങളെല്ലാം നോക്കുന്ന ബാലചന്ദ്രനല്ലേ. അതുപോലെ തന്നെ വൈജയെ നോക്കാൻ ആ കുട്ടി വന്നല്ലോ. ഇനി എന്തിനാ നമ്മൾ അതിനോട് ശരി ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ വീട്ടിൽ നിന്ന് മാറ്റാം. വെറുതെ എന്തിനാ ശത്രുത വെക്കുന്നേ എന്ന് രാജീവ് പറയാണ്. ഹരിക്ക് ദേഷ്യം വരും. നിങ്ങൾക്കൊന്നും ശത്രുത ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവളോടും അങ്കിളിനോട് ശത്രുതയുണ്ട്, അത് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എന്ന് ഹരി പറയാണ്. എന്നും പറഞ്ഞ് ഹരി പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ശിവനാണെങ്കിൽ തടഞ്ഞു നിർത്തിയാണ്. ഞങ്ങൾക്കില്ലാത്ത എന്ത് ശത്രുത നിനക്ക് അവരോടുള്ളത്? പറഞ്ഞത് കേട്ടല്ലോ, ഇനി എന്തിനേയും അതുപോലെ തന്നെ അലീനയോട് ഒരു ശത്രുതയും നിനക്ക് വേണ്ട എന്ന് പറയണം. അപ്പം ഗംഗാധരൻ പറയാണ്, ഇനി നീ അലീനെ സഹോദരിയായിട്ടേ കാണാവൂ, അതിനെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ നീ ഇനി പോവല്ലേ എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഹരിക്ക് ദേഷ്യം വന്ന് ഹരിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പം അടുത്ത ഗംഗാധരൻ പറയാണ്, അടുത്ത കമലയോട് കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണം എന്ന് പറയാണ്. അപ്പം ശിവൻ പറയാണ്, അത് ഇച്ചിരി പാടാണ്, എന്തായാലും പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞ് അവർ കമലയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കമലയാണെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇനി ബാലചന്ദ്രനും നിങ്ങളെല്ലാവരും കോംപ്രമൈസ് ആയെന്നാണോ ഈ പറയുന്നത്? നിങ്ങൾക്കിപ്പം ബാലചന്ദ്രനോട് ഒരു ശത്രുതയില്ലെന്നാണോ ഈ പറയുന്നത്? അലീനെ നിങ്ങൾ എല്ലാവളും പാവമാക്കിയാണ് ഈ പറയുന്നതെന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പെങ്ങളുടെ ഭർത്താവിൻ്റെ അവിഹിത സന്തതിയെ നിർത്തുന്നതിന് ആങ്ങളമാർക്ക് ഒരു പ്രശ്നവുമില്ല, അവൾ അവിടെ നിന്നോട്ടെ. മാത്രവുമല്ല ഇപ്പം പാവമാണ്, ഇന്നലെ വരെ അതിനോട് യുദ്ധം ചെയ്യാൻ പോയവർക്ക് ഇപ്പം അതിനോട് സ്നേഹം. അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശിവൻ പറയാണ്, പറഞ്ഞില്ലയോ വൈജ എന്തായാലും ഹോസ്പിറ്റലായി, ആ സമയത്ത് പോലും വേറെ ആരും അതിനെ വൈജയെ നോക്കാൻ തയ്യാറായില്ല, പക്ഷെ ആ കൊച്ച് തയ്യാറായല്ലോ. അത് നമ്മളെ ഒന്നും ദ്രോഹിച്ചിട്ടില്ലല്ലോ, നമ്മളല്ലേ അതിനോട് ദ്രോഹം നടത്തിയത്. വൈജയ്ക്ക് അതിനെ ഒരു കുറ്റവും കണ്ടുപിടിക്കുന്നില്ല. മാത്രമല്ല ആ കൊച്ച് അവിടെ നിൽക്കുന്നതിനോട് മാത്രമേ ഉള്ളൂ വൈജയ്ക്ക് ദേഷ്യം. ബാലചന്ദ്രനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അത് ബാലചന്ദ്രനോട് പറഞ്ഞ് അതിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്തിനാ അതിനോട് ശത്രുത വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് ശിവൻ പറയാണ്. ഓഹോ, ഇപ്പം അലീന നല്ലവളായി, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളാണെങ്കിൽ നമ്മുടെ മോനെ കൊണ്ട് മനുവിനെ കൊണ്ട് അവളെ അങ്ങ് കെട്ടിക്കുമല്ലോ. ഇവൻ പറയാണ്, മനുവിന് ഇഷ്ടമാണെങ്കിൽ അലീനയ്ക്കും ബാലചന്ദ്രനും ഇഷ്ടമാണെങ്കിൽ ഞാനങ്ങ് കെട്ടിക്കും എന്ന് പറയാണ്. കമല പറയാണ്, എവിടുന്നോ വന്ന ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയെ കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കാനോ? നിങ്ങളാൾ കൊള്ളാലോ, എന്ത് പറഞ്ഞാലും സഹിക്കാനല്ലേ പറ്റത്തുള്ളൂ, ഞാൻ കയറി വന്ന കുടുംബത്തെ ആണുങ്ങളില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ശിവനാണെങ്കിൽ ദേഷ്യം വന്ന് കമലയെ അടിക്കാനായിട്ട് കൈപൊക്കുകയാണ്. കമല വിചാരിച്ച് അടി ഉടനെ കിട്ടിയെന്ന്. ഗംഗാധരൻ വിളിക്കുകയാണ്, ശിവ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശിവൻ പറയാണ്, നിന്നോട് പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഞങ്ങൾക്ക് ആർക്കും കടപ്പാട്ടൂരോടൊരു ദേഷ്യമില്ല. ഞങ്ങൾക്ക് ദേഷ്യമില്ലെങ്കിൽ നിനക്കും ആ ദേഷ്യം വേണ്ട. പിന്നെ അവിടെ നിൽക്കുകയോ പോവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞങ്ങൾ അത് തീരുമാനിച്ചിടാം, ആവശ്യമില്ലാതെ ഒരു കാര്യവും വൈജയോട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട എന്ന് ശിവൻ പറയുകയാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിലെ കാര്യം ബാലചന്ദ്രൻ തീരുമാനിച്ചോളും കേട്ടല്ലോ എന്ന് പറയാണ്. കേട്ടിട്ട് കമലയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഇവർക്ക് എന്താ ഇത്രയും പെട്ടെന്ന് മാറ്റം വന്നതെന്നൊന്നും മനസ്സിലാവാതെ കമല ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അതുപോലെ മുത്തശ്ശിക്ക് ബാലചന്ദ്രനോടും അലീനയോടും ദേഷ്യമുണ്ടല്ലോ, അപ്പോൾ മുത്തശ്ശിയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഗംഗാധരൻ വരികയാണ്. ഗംഗാധരനെ കണ്ട ഉടനെ മുത്തശ്ശിയാണെങ്കിൽ പറയാണ്, നീ എപ്പം വന്ന്
വൈജയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയോ? അവൾ എങ്ങനെ ഇരിക്കുന്നു? അവൾക്ക് എന്തൊക്കെയോ ഓപ്പറേഷൻ ഉണ്ടെന്നും വലിയ ആക്സിഡൻറ്റാ പറ്റിയെന്നും എല്ലാവരും പറഞ്ഞ് ഞാൻ അറിഞ്ഞ്. അവളെ കാണാനുള്ള ശക്തിയില്ല. അവളുടെ വിധി എന്താ ഇങ്ങനായി പോയത്? ബാലേന്ദ്രൻ അവളെ ചതിച്ച്. ഇപ്പം ആക്സിഡൻറ്റ് പറ്റി. അവിടെ 2 മക്കളും അവരെ വീട്ടിൽ നിന്ന് പിണങ്ങി ഇവിടെ വന്നിരിക്കുന്നു. കുടുംബം താറുമാറായി പോയല്ലോ ഭഗവാനെ ഒക്കെ മുത്തശ്ശി പറയുകയാണ്. അതേ ബാലചന്ദ്രൻ വന്ന് അവിടെ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നീ വൈജയെ കണ്ടോ മോനെ എന്ന് ചോദിക്കുകയാണ്. അവൾ സമാധാനം ഇല്ലാതെ രാത്രി വണ്ടി എടുത്തിറങ്ങിയതാണ്. അങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ആ ബാലചന്ദ്രനാണെങ്കിൽ എൻ്റെ മോക്കൊരു സമാധാനവും കൊടുത്തില്ല. അവൻ്റെ എവിടുന്നോ ഉള്ള നേരത്തെ ഉള്ള ബന്ധത്തിലുള്ള കുട്ടിയും കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി എൻ്റെ മോക്കൊരു സമാധാനം കൊടുത്തില്ല എന്ന് മുത്തശ്ശി പറയുകയാണ്. അമ്മേ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്താടാ? നമ്മുടെ വൈജയ്ക്ക് 3 മക്കളല്ലമ്മേ, 4 മക്കളുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കണം, 4 മക്കളോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മയ്ക്ക് ഓർമ്മയില്ലേ വൈജ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും? ആ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പം ഗംഗാധരൻ പറയാണ്, അത് നമ്മളോടെല്ലാം അച്ഛൻ കള്ളത്തരം പറഞ്ഞതാണ്. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. അച്ഛനും രാവുണ്ണി മാമനും ചേർന്ന് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ മാറ്റിയേക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങ് ഞെട്ടുവാണ്. ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടമ്മേ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി സങ്കടം കൊണ്ട് കരയുകയാണ്. ചോദിക്കുകയാണ്, നീ ആ കുഞ്ഞിനെ കണ്ടോ? അതിപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, ഞാൻ ആ കുഞ്ഞിനെ കണ്ടു. ഇപ്പോൾ എവിടെ ഉണ്ടടാ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അത് നമ്മുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ ആർക്കും മനസ്സിലായില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.